അങ്ങനെ സാമ്പാർ പൊടിക്കുള്ള ഓർഡറുകൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ഇതാ മല്ലിയും മുളകൊക്കെ വറുത്ത് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10-20 കിലോ ഒക്കെയാണ് ഒരുമിച്ച് വാങ്ങിയിട്ട് മുത്തശ്ശി ഇതേപോലെ ഇങ്ങനെ വറുത്തെടുത്ത് പൊടിപ്പിക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മുത്തശ്ശിയുടെ സാമ്പാർ പൊടിക്ക് നല്ല ഡിമാൻഡാണ് കേട്ടോ. അതാ മുളകൊക്കെ വാരിയെടുത്ത് കറക്കിയെടുത്ത് പൊടിപ്പിക്കുകയാണ് മുത്തശ്ശി. എന്നെ സ്വയം നമ്മൾ പൊടിപ്പിക്കാൻ കൊടുക്കാറല്ല പതിവ്, നമ്മൾ തന്നെ ഇപ്പോൾ മുത്തശ്ശീനെ ഇവിടെ മിക്സിയിൽ പൊടിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള കായം, പിന്നെ അതുപോലെ കടലപ്പരിപ്പ്, ഇതൊക്കെ കൂടെ ഇട്ടിട്ട് തന്നെയാണ് മുത്തശ്ശി പൊടിക്കാറുള്ളത് കേട്ടോ. കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു സാമ്പാർ പൊടിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ സാമ്പാർ പൊടിക്ക് മാത്രമല്ല, നമ്മൾ ഇതുകൊണ്ട് നമ്മൾ കടലക്കൂട്ടാനൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനത്തെ ഒരു സാമ്പാർ പൊടിയാണ് ഇത്. ഇതുപോലെ നിങ്ങൾ സാമ്പാർ പൊടി ഇട്ടിട്ട് കടലക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെയൊക്കെ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എപ്പോഴും ഒരേ ടേസ്റ്റ് അല്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു നോക്കൂ. അങ്ങനെ സാമ്പാർ പൊടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 500 രൂപയുടെ ഉള്ളിൽ ഇത്രയും നല്ല സിൽക്ക് സാരി കിട്ടും എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് നല്ല ഇഷ്ടമായി എന്നുള്ള കമൻറ്റും കണ്ടു. ലിങ്ക് ലെഫ്റ്റ് സൈഡ് കൊടുക്കാം കേട്ടോ.